എടാ പ്രയറിന് ആരെങ്കിലും ഉണ്ടാ? മേഘ പറയുന്നുണ്ട്. Good afternoon. Good afternoon, Good miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. മിസ് പ്രയർ പാടട്ടെ? ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വനമേകിയും നമ്മിൽ വാഴുവാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വനമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. Okay, നന്നായിട്ട് പാടി. താങ്ക് യു മിസ്. Okay. താങ്കിങ് ചെയ്തോളൂ കേട്ടോ. അത് ഞാനാണ് മിസ്സേ. ഒരു ചെറിയ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നേ. സ്റ്റോറിയുടെ പേര് ചെറിയ വിളക്ക്. ഒരു ഗ്രാമത്തിൽ രാധ എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ വീട് വളരെ ചെറിയതായിരുന്നു, പക്ഷേ അവളുടെ മനസ്സ് വളരെ വലിയതായിരുന്നു. ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഇരിക്കുന്ന ഒരു വയോധികനെ അവൾ കാണുമായിരുന്നു. അദ്ദേഹം ആരോടും സംസാരിക്കില്ല, സഹായം ചോദിക്കുകയുമില്ല. ഒരു ദിവസം രാധ തന്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ആ മുത്തശ്ശനെ ആരുമില്ലേ? അമ്മ പറഞ്ഞു, ഉണ്ടായിരിക്കാം മോളെ, പക്ഷെ ചിലപ്പോൾ ആളുകൾക്ക് വാക്കുകളേക്കാൾ മൗനം കൂടുതലായിട്ട് ഇഷ്ടമാകും. അതുകൊണ്ടായിരിക്കും അവരൊന്നും സംസാരിക്കാതിരിക്കുന്നത്. അന്നു മുതൽ രാധ ഒരു ചെറിയ തീരുമാനമെടുത്തു. സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ അവൾ തന്റെ ഭക്ഷണത്തിൽ നിന്നൊരു ഭാഗം മുത്തശ്ശന് കൊടുക്കും. ഒരു ദിവസം ഒരു പുഞ്ചിരി, മറ്റൊരു ദിവസം ഒരു സുഖമാണോ എന്ന ചോദ്യം. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. മുത്തശ്ശന്റെ കണ്ണുകളിൽ മാറ്റം വന്നു. മൗനം കുറച്ചു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, മോളെ, നീ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിളക്കാണ്, ഇരുട്ടിൽ വഴി കാട്ടുന്ന ഒരു പ്രകാശം. അന്ന് രാധ മനസ്സിലാക്കി, ഒരു നല്ല പ്രവർത്തികൾ, ചെറിയ പ്രവർത്തികളാണെങ്കിലും അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. നമ്മൾക്ക് സഹായം ചെയ്യുമ്പോൾ നമുക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യരുത്. ദൈവത്തിൽ നിന്ന് അതിനൊരു പ്രതിഫലം നമുക്ക് തീർച്ചയായും കിട്ടും. ലുദിയ. നല്ല സ്റ്റോറി ലുദിയ, സൂപ്പർ. നല്ല സ്റ്റോറി ആയിരുന്നു, നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു. തോട്ട് ഞാനാ പറയുന്നു. Good afternoon. Today's thought: accept your past without regret, handle your present with confidence, and face your future without fear. നമ്മളെ പാസ്റ്റ് ഒരു റിഗ്രറ്റും കൂടാതെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മളെ പ്രസന്റ് നമ്മൾ കോൺഫിഡൻസോടെ ഫേസ് ചെയ്യണം. നമ്മളെ ഫ്യൂച്ചർ നമ്മൾ പേടി ഇല്ലാതെ ഫേസ് ചെയ്യണം. Abdul Kalam. I repeat, accept your past without regret, handle your present with confidence, and face your future without fear. Abdul Kalam. Thank you, ma'am. Okay.
എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിപ്പിച്ചായിരുന്നു അല്ലെ 4 വായിപ്പിച്ചു മിസ്. യെസ് മിസ്, എല്ലാരെ കൊണ്ടും വായിപ്പിച്ചായിരുന്നു. ഇന്നും എക്സാമ്പിള് പറയുന്നവര് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തവര്? ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, 5th പോയിന്റ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. 5th പോയിന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. Substitution. It is an adjusting mechanism in which the original goals or desires are exchanged by others. എന്ന് വെച്ചാല് ആദ്യമായുള്ള ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ മറ്റുള്ളവരിലൂടെ പകരം വെക്കുന്ന ഒരു മാനസികമായ രീതി. ഈ ഒരു ഡിഫറൻസ് മെക്കാനിസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിത ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് വേണ്ടി നമ്മള് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടല്ലോ മിസ്. പിന്നെ അതേപോലെ നമ്മളുടെ ജീവിതത്തിന് വേണ്ടി പിന്നെന്താ, ഇപ്പൊ നമുക്ക് ഒരു നടിയാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മളുടെ ഫാമിലി ലൈഫിൽ ഒരു പ്രോബ്ലം വേണ്ട എന്ന് വെച്ചിട്ട് നമ്മള് അതേപോലെ തന്നെ ഇതേപോലെ സോഷ്യൽ മീഡിയയിലെ പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പല ആഗ്രഹങ്ങൾ നമ്മള് വേണ്ടാന്ന് വെക്കും. അങ്ങനെ വേണ്ടാന്ന് വെക്കും കുട്ടികൾക്ക്, ഹസ്ബൻഡിന്, ഫാമിലി ലൈഫിന് വേണ്ടി. അതെ, അതായത് നമ്മൾക്ക് ചെറുപ്പത്തിലേക്ക് ഭയങ്കരമായിട്ടുള്ള ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ അച്ചീവ് ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മള് അത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാകാം, ചിലപ്പോ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടാകാം അല്ലെ? പക്ഷെ ആ മാറ്റി വെക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോ കൂടുതലായിട്ട് സങ്കടം ഉണ്ടാകും, ഇല്ലെന്നല്ല പറയുന്നത്, എന്നാലും നമ്മൾ അത് കാണിക്കാറില്ല പുറത്തോട്ട് അല്ലെ? നമ്മൾ പറയും അതെന്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തത്, എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തത്, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ആശ്വാസം കണ്ടെത്താറുണ്ട്. അല്ലെങ്കിൽ മറ്റ് ചിലപ്പോൾ അതിനെ മറ്റു പേരിൽ വിളിക്കും, വിധി എന്ന് പറയും അല്ലെ? അതെന്റെ വിധിയാണ്, എന്റെ തലയിലെഴുത്ത് ഇങ്ങനെയാണ്, എനിക്ക് ഈശ്വരൻ വിധിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ആശ്വസിക്കാറുണ്ട് അല്ലെ? ചില ആളുകൾ അത് മിസ് പറഞ്ഞ കറക്റ്റ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ വിധി അങ്ങനെ ആയിരിക്കും,
എന്ന് അതെ, അങ്ങനെ വിചാരിക്കും. പറഞ്ഞിട്ട് നമ്മൾ ആശ്വാസം കണ്ടെത്താറില്ലേ? കണ്ടെത്തും മിസ്. അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കണ്ടെത്തിയാലേ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. ആ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പം അങ്ങനെ വിചാരിക്കും. എല്ലാ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തില് അവരുടേതായിട്ടുള്ള എല്ലാം വിധിയാന്ന് ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഓ അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഞാൻ പോലും കുറെ അധികം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ ബാക്കിയുണ്ട്. പക്ഷെ അതൊന്നും നിറവേറ്റാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോ ഞാൻ വിചാരിക്കുന്ന എന്താണ്, എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാനത് മാറ്റിവെച്ചത്. ഞാനിപ്പോ ഈ ലൈഫിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും ഒരു കാലത്ത് ഞാനത് നിറവേറും എന്നുള്ളൊരു എന്താ പറയാ വിശ്വാസം എനിക്കുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ എനിക്കത് ഇത്രയും ഏജില് എന്താ പറയാ കുറെ അധികം കുറച്ച് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നേടേണ്ട കാര്യങ്ങളായിരുന്നു. കുറെ സമയം എന്റെ കടന്നുപോയി എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ആ ഒരു സമയം എന്താ പറയാ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ എന്നോർത്ത് എന്ത് ചെയ്യാറുണ്ട്, ആശ്വസിക്കാറുണ്ട്. അമ്മ കൂടെ ഉണ്ടോ? അമ്മയുണ്ട്, അമ്മ ഉണ്ട്. കൂടെയുണ്ട്. മിസ്സിന്റെ അമ്മയാണോ ഹസ്ബൻഡിന്റെ ഇല്ല, അമ്മയാണോ? ഹസ്ബൻഡിന്റെ അമ്മ മരിച്ചുപോയി 2 മരിച്ചുപോയി. കൊല്ലമായി. ഓക്കെ ഓക്കെ പിന്നെ എനിക്ക് ഒരു അനിയത്തിയാണുള്ളത്. ഓക്കെ. അനിയത്തി അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നലെ തിരിച്ചുപോയി. ഒരു മാസത്തെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ തിരിച്ചുപോയി. അതിന്റെ വിഷമമുണ്ട്. അതിന്റെ വിഷമമുണ്ട്. അതാവുമ്പോ മിസ്സിനെ കുറച്ച് നാളായിട്ട് കാണാനില്ല. മനസ്സിലാവും മിസ്, മനസ്സിലാവും. കാരണം നമുക്ക് അടുപ്പമുള്ളവര് ദൂരെ പോകുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്. അടുപ്പമുള്ളവർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ആഗ്രഹങ്ങള് വേണ്ടാന്ന് വെക്കുന്നത്, നമ്മള് ഇതാക്കുന്നത്. പിന്നെ മിസ്സിന്റെ മുഖത്തിന് എന്തോ ഒരു ഉണ്ടായിരുന്നു, കണ്ണെഴുതാനായിട്ട് തോന്നുന്നു. മിസ്സിന്റെ അത് വേറൊന്നുമല്ല, വീട്ടിലായിരുന്നു ഇത്രയും ദിവസം. ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് വീട്ടിലായിരുന്നു. പിന്നെ അനിയത്തി ഇന്നലെ എന്താ പറയാ അയലിയറൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പൊ പിന്നെ കാണുന്നില്ല. അമ്മയുടെ സ്പെഷ്യലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ? അബുദാബിയിലൊക്കെ കുറെ സാധനങ്ങൾ ഇവിടത്തെ കിട്ടൂല മിസ്. അതെന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അബുദാബിയില്, ധന്യ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അതെ, അപ്പൊ ദൂരെയുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് അവിടെ കിട്ടൂല. അപ്പൊ അവര് ഇവിടെ നിന്ന് കൊണ്ടുപോകും. ടിപ്സ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങള് അങ്ങനെ. നമ്മുടെ ഐശ്വര്യ അബുദാബിയിലല്ലേ? ഐശ്വര്യ ഐശ്വര്യക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ നാട്ടിലെ ലുലുവിലെല്ലാം കിട്ടും. അയ്യോ, ഐശ്വര്യ നന്നായിട്ട് ചെയ്യും മിസ്. ഇൻസ്റ്റാഗ്രാം റെസിപ്പീസ് ഒക്കെ സൂപ്പറാണ്. പുട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പുട്ട് സൂപ്പറായിരുന്നു. ചേച്ചി മതി, നാജിക്കല്ലേ. ഇല്ല മിസ്, നന്നായിട്ട് ചെയ്യും റെസിപ്പീസ് ഒക്കെ ഇൻസ്റ്റയില്. അത് നല്ല രസം കാണാന്. അത് മാത്രമല്ല മിസ്, ഇപ്പൊ അത് പറഞ്ഞ ഐശ്വര്യ ഇപ്പൊ അത് ഇതിലേക്ക് വന്നു. അതെ. ആ മിസ്സസ് ഞാനൊരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റെസിപ്പീസിന്റെ. അപ്പൊ നമുക്കിപ്പോ കൊളാബറേഷൻ ഒക്കെ കിട്ടി തുടങ്ങി. അതാണ് ഇപ്പൊ UAE കൊളാബറേഷൻസ് ഒക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ നാട്ടിലും കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരുമ്പോ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കണം. മിസ്സേ പ്രാക്ടിക്കലിന് മിസ് ഉണ്ടാവും കേട്ടോ, ഐശ്വര്യ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അനുമോളെ? പ്രാക്ടിക്കലിനെ ഐശ്വര്യ വരും നാട്ടില്. നമുക്ക് എല്ലാവർക്കും ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊളാബ് കിട്ടിയിട്ടുണ്ട്. അതെ അല്ലേ? അറിയില്ല. മിസ് ചെയ്യരുത്. പ്രാക്ടിക്കൽ എന്തായാലും വരണം. ഞാൻ വരാം. ഞാൻ നമ്മുടെ 11th ബാച്ചിന് ഉണ്ടായിരുന്നില്ല. കാരണം 2 ടീച്ചേഴ്സിനെയാണ് അലോ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ മിക്കവാറും മാത്രാമിസും ജിഷൻസും ആയിരിക്കും. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ആരാണെന്ന്. അതെയോ മിസ്? ഓക്കെ. ചിലപ്പോ അങ്ങനെയായിരിക്കും. അബുദാബി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അബുദാബിയില് അഹല്യയുടെ ഒരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ അഹല്യയുടെ ഹോസ്പിറ്റലിലായിരുന്നു നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്നേ. മുസഫയിൽ ഉണ്ടായിരുന്നത്. ചിലപ്പോ ട്രാൻസ്ഫർ കിട്ടും, ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കാം ഇനി പോകുന്നത്. 1 കൊല്ലം കഴിഞ്ഞപ്പോ അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ എനിക്കറിയാം. ഇവിടെ കൊറേ ഉണ്ട്, അഹല്യയുടെ തന്നെ കൊറേ സ്ഥാപനങ്ങളുണ്ട്. അഹല്യ കൊറേ ഉണ്ട്. നമ്മുടെ പറവൂർ ഒരെണ്ണമുണ്ട്. അവിടെയാണ് അമ്മേനെ കൊണ്ടുപോകണം, ഹസ്ബൻഡ് അമ്മേനെ. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ വന്നു മിസ്, വിട്ടുപോയി. ചില ബാച്ചിന് മോണ്ടിസോറിയുടെ കോൺവെക്കേഷൻ ഇങ്ങനെ വെക്കാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയിട്ടുണ്ടോ മിസ് കഴിഞ്ഞ ബാച്ചുകളിൽ? അതായത് കോൺവെക്കേഷൻ എക്സാമിന്റെ ടൈമിലായതുകൊണ്ടോ അങ്ങനെ?
അതിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അറിയില്ല മിസ്. വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആതിര മിസ് ആണോ? ചിലപ്പോ നമുക്ക് പ്രോഗ്രാംസ് ഡൗട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏപ്രിൽ എന്താണ് അനുമോളെ പറഞ്ഞിരുന്ന മിസ്? അതായത് ഏതോ ഒരു ബാച്ചിന്റെ കാര്യം പറഞ്ഞല്ലേ? ഇല്ല, അനുമോളില്ലായിരുന്നു അല്ലേ? ലുതിയ കേട്ടായിരുന്നോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ബാച്ചുകൾക്ക് ഇങ്ങനെ മിസ് ആവാറുണ്ടെന്ന്. കോൺവൊക്കേഷന്റെ കാര്യമല്ലാന്ന് തോന്നുന്നു കേട്ടോ. വേറെ എന്തോ കൂടെ മിസ് പറഞ്ഞത്. കോൺവൊക്കേഷൻ കോൺവെക്കേഷന്റെ കാര്യമല്ല പറഞ്ഞത്. കോൺവൊക്കേഷന്റെ കാര്യമല്ല, വിഷു സെലിബ്രേഷന്റെ കാര്യ പറഞ്ഞത്. അതെയോ? ഓക്കെ മിസ്. അതായത് നമുക്ക് ഇനിയുള്ള സെലിബ്രേഷൻ എന്ന് പറയുന്നത് ക്രിസ്മസ് ആയിരിക്കും. വിഷുവിന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം ആ ടൈമിൽ നമുക്ക് പ്രാക്ടിക്കലോ അങ്ങനെ എക്സാമിന്റെ എന്തെങ്കിലും തിരക്ക് വരികയാണെങ്കിൽ സെലിബ്രേഷൻ ഒക്കെ ഒഴിവാക്കേണ്ടി വരും. ശരിയാണ് മിസ്, അതായിരിക്കും. അങ്ങനെയാണ്. കോൺവെക്കേഷൻ എല്ലാ ബാച്ചിനും കൊടുക്കുന്നുണ്ട്. പാസ് ഔട്ട് ആയിട്ടുള്ള എല്ലാ ബാച്ചും. ഇപ്പൊ നാളെ ഉണ്ട് ഒരു കോൺവെക്കേഷൻ. MT-യുടെ അല്ല കേട്ടോ, HAയുടെയും HRM-ന്റെയും കോൺവെക്കേഷൻ നാളെ നടക്കുന്നുണ്ട്. ഇതുവരെ ഉള്ള ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു MT9-ന്റെ കോൺവെക്കേഷൻ ആണ് അടുത്തത് വരുന്നത്. MT8 വരെയുള്ള കോൺവെക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഞാൻ വന്നില്ലെങ്കിൽ കൂടിയും നിങ്ങളെ കാണാനായിട്ട് വരും. അതായത് ക്ലാസ് പ്രാക്ടിക്കൽ ക്ലാസ് തരാൻ വന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ ആ സ്പോട്ടിൽ എത്തിക്കോളാം. നമ്മുടെ 11th ബാച്ചിന്റെ പ്രാക്ടിക്കലിൽ ഞാൻ ഉണ്ടായില്ല. അപ്പൊ ആ പിള്ളേര് പ്രത്യേകം പറഞ്ഞു മിസ് വരണം എന്ന് പറഞ്ഞു, കാണണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പറവൂരുണ്ടായിരുന്നു. പെട്ടെന്ന് പോയി കണ്ടു തിരിച്ചു പോകും കേട്ടോ. കാണാനായിട്ട് വരാനുണ്ടായത് പറഞ്ഞാ മതി. വൈവയ്ക്ക് ഉണ്ടാവില്ലേ? വൈവയ്ക്കൊക്കെ ഉണ്ടാവും, വൈവയ്ക്ക് ഉണ്ടാവും. പറയാൻ പറ്റില്ല, ഹെൽത്ത് കണ്ടീഷൻ മോശമാണെങ്കിൽ വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. വൈവയ്ക്ക് ഓൺലൈൻ അല്ലേ? എന്താ ഓൺലൈൻ അല്ലേ വൈവ? ഓൺലൈൻ ആണ്, വൈവ ഓൺലൈൻ ആണ് കേട്ടോ. ആ സമയം ആകുമ്പോഴാണ് എക്സാമിനോടനുബന്ധിച്ചിട്ടായിരിക്കും വൈവ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഇന്ന ആളുകൾ ഇപ്പൊ ഏത് ടീച്ചർമാരോടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഓരോ ടൈം കൊടുക്കുന്നതിനനുസരിച്ച് ടീച്ചർമാരോട് അവൈലബിൾ ആവും. മെബിയെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ, ഈ എക്സാമിന് ഫെയിൽ ആവുന്നവരുണ്ടാവോന്ന് മെബിയുടെ സംശയം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാവരും തന്നെ പാസ്സാവും. ഇപ്പോഴും അറിഞ്ഞിരിക്കുകയാണ്, നമുക്കൊരു തയ്യാറെടുപ്പ് നടത്താനോ. ഇല്ല അതൊന്നും ഓർത്ത് പേടിക്കണ്ട. എക്സാം എന്ന് പറഞ്ഞിടം തൊട്ട് ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. മെബിയ ചോദിച്ചത്. പിന്നെ നമ്മുടെ MT14ന്റെ ടേം എക്സാം ആയിരുന്നു. ഇനി അടുത്തത് നിങ്ങളുടെയാ. 14th ഇന്നായിരുന്നു ടേം എക്സാം. അടുത്തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് മിക്കവാറും ജനുവരിയിൽ ഉണ്ടാവും അല്ലെ മിസ്? ഉണ്ടാവുമായിരിക്കും, ജനുവരിയിൽ ഉണ്ടാവുമായിരിക്കും. ലാസ്റ്റ് ഒക്കെ ആവൂലേ മിസ്? ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡേറ്റും കാര്യങ്ങളൊക്കെ പറയും. 14th ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്തത് നിങ്ങളുടെ കൂടെ ആണെന്ന്. ഞങ്ങള് റിവിഷൻ ട്രെയിനിങ് എപ്പോഴായിരിക്കും വരുന്നത്? എന്താണ് ട്രെയിനിങ് എപ്പോഴായിരിക്കും വരുന്നത്? ജനുവരിയിലാണോ ഫെബ്രുവരിയിലാണോ? മീൻസ് പ്രാക്ടിക്കൽ ആണോ? അതെ. ഇന്റേൺഷിപ്പ് ആണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, അവിടെ ഇന്റേൺഷിപ്പ് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നല്ലേ പറഞ്ഞ, ഏത് സ്കൂളിൽ പോണെന്ന്? അല്ലടാ, ബിൻസി ചോദിച്ചത് അതല്ല, അങ്ങ് അവിടെ വരുന്നത് എപ്പോഴായിരിക്കും എന്നാ ചോദിച്ചത്. നമ്മള് പോണ്ടേ? തോന്നുന്നു നമ്മുടെ 12ന്റെ കഴിഞ്ഞു, 13ന്റെ ഒരു ബാച്ച് കഴിഞ്ഞു. പക്ഷെ 13ന്റെ ഒരു ബാച്ച് കുറെ അധികം കുട്ടികൾ വരാനുണ്ടായിരുന്നു. അപ്പൊ അവര് ജനുവരിയിൽ വീണ്ടും വരുന്നുണ്ട് 13ന്റെ. പിന്നെ 14, പിന്നെ 15. അടുത്തത് ഫെബ്രുവരിയോ ജനുവരിയോ ഒക്കെ അങ്ങനെയായിരിക്കും. ഫെബ്രുവരി എന്നാണ് അന്ന് ജിഷ മിസ് പറഞ്ഞത്. ഞാൻ വന്നു കഴിഞ്ഞിട്ട് അത് ചെയ്യാന്നാ പറഞ്ഞേ. 2 പ്രാക്ടിക്കൽസ് കഴിയണം, എന്നാലാണ് നിങ്ങളുടെ ഉണ്ടാവുക. അപ്പൊ ഫെബ്രുവരി ആയിരിക്കും. ഫെബ്രുവരിയിൽ ഐശ്വര്യ ഇവിടെ ഇങ്ങോട്ട് വരും മിസ്, നാട്ടിലേക്ക് വരുന്ന ടൈമാണേ. അപ്പൊ ആ ടൈമിൽ എന്തായാലും ഉണ്ടാവും, പ്രാക്ടിക്കലിന് ഉണ്ടാവും ഐശ്വര്യ. എല്ലാവരും വരാൻ നോക്കുക പ്രാക്ടിക്കലിന്. ഈ പ്രാക്ടിക്കലിന് വരുമ്പോഴാണോ നമ്മൾ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്യണ്ടേ? റെക്കോർഡ് നമ്മൾ കൊണ്ടുവരണം. അതായത് നിങ്ങൾ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൈൻ ചെയ്ത് സീൽ വെച്ച് തരും. പിന്നെ അസൈൻമെന്റ്, സെമിനാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. അത് സീൽ ചെയ്യില്ല, സൈൻ ചെയ്ത് മാത്രം തരും. എനിക്ക് പറ്റും മിസ്, അടുത്തായോണ്ട്
കോൺവെക്കേഷന് വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ നിങ്ങൾക്ക് വൈവ കണ്ടക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ സമയത്ത് വൈവ കണ്ടക്ട് ചെയ്യാം. പ്രാക്ടിക്കലിന്റെ സമയത്ത് ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് വൈവ എടുക്കാനായിട്ട് പറയാം. വൈവ നമ്മുടെ ഭാഗം തന്നെയല്ലേ ചോദിക്കുന്നത്? പഠിപ്പിച്ചിട്ടുള്ള ഭാഗം തന്നെയല്ലേ ചോദിക്കണം വൈവയ്ക്ക്? എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗങ്ങൾ തന്നെയല്ലേ ചോദിക്കണത് വൈവയ്ക്ക്? ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗങ്ങൾ ചോദിക്കാൻ ഞാനിതുവരെ ചോദിച്ചിട്ടില്ല. അയ്യോ മിസ് എന്തായിരിക്കും ചോദിക്കുന്നപ്പോ? നിങ്ങൾ പേടിക്കണ്ട. മോണ്ടിസോറി കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാറില്ല അങ്ങനെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ചോദിക്കാറില്ല. അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. വൈവ നമുക്ക് അറിയാലോ. എങ്ങനെ നിങ്ങൾ വൈവ കണ്ടക്ട് ചെയ്തിട്ടില്ലേ ഡിഗ്രി? ചെയ്തിട്ടുണ്ട് മിസ്. ഞങ്ങള് ഇതേപോലെ +2ന്റെ ടൈമിൽ ഉണ്ടായിരുന്നു, ഡിഗ്രിക്കും ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ ക്വസ്റ്റ്യൻസ്. പക്ഷെ അത് ഏതാണെന്ന് നമുക്ക് അറിയായിരുന്നു, ഓരോ കുട്ടികൾ പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. അത് തന്നെയായിരിക്കും എല്ലാരോടും ചിലപ്പോ ചോദിക്കുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ സെമിനാറിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു വൈവ ഉണ്ടായിരുന്നത്, PGക്കും ഡിഗ്രിക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ നോക്കി വെക്കുക, എന്തൊക്കെയാണ് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക വൈവ സമയത്ത്. നമ്മള് ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അതൊക്കെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. റെക്കോർഡുകൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. റെക്കോർഡുകളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തറാക്കുക. പിന്നെ അസൈൻമെന്റുകളും സെമിനാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുക. അങ്ങനെയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. ഒരു ഡൗട്ട് ഉണ്ട്. നമ്മള് വൈവ ടൈമിലല്ലേ നമ്മുടെ വർക്കുകൾ കാണിച്ചു കൊടുക്കുക? നമ്മൾ ചെയ്ത വർക്കുകൾ അപ്പോഴാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മള് പ്രാക്ടിക്കലിന് വരുമ്പോ വൈവ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? വർക്കുകളൊക്കെ എപ്പോഴാണ് കാണിച്ചു കൊടുക്കുക? അപ്പൊ അത് നിങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തിട്ട് അയച്ചു തന്നാലും മതി ഫോണില്. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നാലും മതി. അങ്ങനെ ചെയ്തിട്ടുണ്ട് പിള്ളേര്. അപ്പൊ നമുക്ക് കാണാലോ, മൊബൈൽ ഫോണിൽ കാണാലോ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫോട്ടോസ് ആയിട്ട് കാണാലോ. മിസ് ആകെ ഒരെണ്ണം മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ക്ലാസ് റൂമിൽ. ഞങ്ങള് അസൈൻമെന്റ് മാത്രമല്ല ഉദയ നമ്മള് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതെ അതെ, അസൈൻമെന്റ് മാത്രം. ബാക്കിയുള്ള നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ മാർക്സ് അവിടെ മിസ്സുമാര് നോക്കുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ഇടയ്ക്ക് നോക്കാറുണ്ട്, അല്ലാതെ എപ്പോഴും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. അത് വിടുന്ന തരുന്നത്, ടെക്നിക്കലി തരുന്നത് നിങ്ങൾക്ക്. അത് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ. പിന്നെ നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക വൈവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. എത്രാളം പിടിക്കരുത്. ചില കുട്ടികളൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഒന്നും പറയില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പൊ നമുക്ക് എന്ത് മാർക്ക് ഇട്ട് കൊടുക്കാൻ അവർക്ക്? ഇപ്പൊ ചെറുതായിട്ട് വന്നു തുടങ്ങിട്ടോ. ഇപ്പൊ ഒരു പേടിയുടെ ഒരു ധ്വനി മനസ്സിൽ വന്നു തുടങ്ങി. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരുമോ മിസ്? എന്തൊക്കെയാണ് വൈവയ്ക്ക് വരാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ഇല്ലല്ലേ? അങ്ങനെയല്ല, ചില ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക്. ഉറപ്പായിട്ടും ചോദിക്കും മിസ്. ആതിര മിസ് എന്തായാലും ചോദിക്കും. ചോദിക്കും, ഞാൻ ചോദിക്കില്ല. പിന്നെ ജിഷ മിസ്സും അപർണ മിസ്സും ഒക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുള്ളൂ. എന്നെയാണ് കിട്ടുന്നതെങ്കിൽ പേടിക്കണ്ട. ടെക്സ്റ്റ് ബുക്ക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കും. അതെന്തായാലും നോക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കും, അത് മാത്രമേ ചോദിക്കില്ല എന്ന് പറഞ്ഞുള്ളൂ. പ്രാർത്ഥിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തറവായിട്ടിരിക്കുക എന്ന് മാത്രമാണ്. അതാണ് വൈവ. ഓക്കെ, സെമിനാറുകള്, എക്സ്പെരിമെന്റുകള്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അവെയർ ചെയ്തിട്ടുണ്ടാവണം, അറിവുണ്ടായിരിക്കും. മിസ്, ഈ ഡിസംബറിൽ വരുന്ന എക്സാം എല്ലാവർക്കും ഒരു ദിവസം തന്നെ അറ്റൻഡ് ചെയ്യണ്ടേ? ഡിസംബറിൽ വരുന്നത് ഏതാണ് എക്സാമിന്റെ ടൈം? എക്സാം ഡിസംബറിലല്ലടാ, മിക്കവാറും ജാനുവരി ആയിരിക്കും. എല്ലാവരും അറ്റൻഡ് ചെയ്യണ്ടേ? ഒരു ദിവസം തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അത് ആ ടൈമിന് തന്നെ, നമ്മൾ ആ ടൈമിന് തന്നെ എല്ലാരും സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ? ഓക്കെ മിസ്സേ, അത് അതായത് ഡേറ്റ് നേരത്തെ തരൂലേ? എക്സാം ഡേറ്റ്
അത് നിങ്ങൾക്ക് അവിടെ ഒരാളുണ്ടാവും, ഇൻസ്ട്രക്ടർ ആയിട്ട് ഒരാളുണ്ടാകും, പറഞ്ഞു തരും കേട്ടോ അതിനെ കുറിച്ച്. മലയാളത്തിൽ പറഞ്ഞു തരുമോ മിസ്? പിന്നല്ലാതെ അതെയോ? മലയാളത്തിൽ പറഞ്ഞു തരുള്ളൂ. കുഴപ്പമില്ല മിസ്, കാരണം എനിക്ക് മലയാളത്തില് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ട്. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ആയാൽ പോലും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താ പെട്ടെന്ന് കിട്ടും ആൻസേഴ്സ്. ഇപ്പൊ ഇത് അങ്ങനെ ചെയ്ത് പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. ഇംഗ്ലീഷിന്റെ ചിലപ്പോ ക്ലിയർ ആയില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, കുഴപ്പമില്ല, ഉണ്ടാവും കേട്ടോ, പേടിക്കണ്ട. മലയാളത്തിലുണ്ടോ? നമ്മുടെ മെയിൻ എക്സാം ഇതുപോലെ മോക്ക് ടെസ്റ്റ് രീതി തന്നെയല്ലേ? മൾട്ടിപ്പിൾ ചോയ്സ് അങ്ങനെ 19 ക്വസ്റ്റ്യൻസ് ഉണ്ടാവോ ഓരോ സബ്ജക്ട്? ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ, 4 ഓപ്ഷനും ഒരു ക്വസ്റ്റ്യനും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ കൃത്യമായിട്ടുള്ള ആൻസർ ടിക്ക് ചെയ്ത് പോവുക മെയിൻ എക്സാം ആകുന്ന സമയത്തൊക്കെ. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ അന്നങ്ങനെ പഠിച്ചു പോവുക, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വേറൊരു ദിവസം അതുപോലെ ചെയ്യിക്കോ? എനിക്ക് തോന്നുന്നു പിന്നീടത്തെ ബാച്ചിന്റെ കൂടെ എഴുതിക്കോ, അത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അത്രയും ലേറ്റ് ആവും അല്ലേ മിസ്? അങ്ങനെയാണെന്ന് തോന്നുന്നു. എഴുതാൻ പറ്റാത്തവര് അങ്ങനെ എഴുതുന്നുണ്ട് പിന്നത്തെ ബാച്ചിന്റെ കൂടെയൊക്കെ. പിന്നെ രണ്ടാമത് വേറെ എക്സാം വെക്കുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ വേറൊരു ഡൗട്ട് മിസ്, ഇങ്ങനെ ഇപ്പൊ തിങ്കൾ ചൊവ്വ ബുധൻ ഇപ്പൊ അങ്ങനെ ഓർഡറിലായിരിക്കും വരിക. അപ്പൊ 5 എക്സാം ഉണ്ടെങ്കിൽ ഇപ്പൊ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഓരോ സബ്ജക്റ്റിന്റെ ആയിരിക്കും അല്ലേ? അതെ ഇല്ലേ? ഓക്കെ. അതെ അതെ 7 പേപ്പർ അല്ലേ? 7 പേപ്പർ ഉണ്ട് ഇംഗ്ലീഷ് ഉൾപ്പെടെ കേട്ടോ. 6 നമ്മുടെ സബ്ജക്ട്, 7ാമത്തത് ഇംഗ്ലീഷാണ്. അങ്ങനെ പേപ്പറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിനനുസരിച്ച് ആൻസർ. പിന്നെ ചില സമയത്ത് ചിലപ്പോ ആൾട്ടർനേറ്റീവ്, അതായത് ഒന്നരാടം ആയിരിക്കും പരീക്ഷ, ചില സമയത്ത് ഡെയിലി ഉണ്ടാകും. അത് അവര് പറയും നമുക്ക് ഡേറ്റ് അവര് തരുന്നതിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ എക്സാം തീരുമാനിക്കുന്നത്, ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്നതനുസരിച്ചിട്ടായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് കുറെ ദിവസം ഗ്യാപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല. സ്റ്റഡിയിൽ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും പരീക്ഷ വരുന്നത്. പരീക്ഷയ്ക്ക് എന്തായാലും സ്റ്റഡി ലീവ് തരും നിങ്ങൾക്ക്, എന്നിട്ടായിരിക്കും എക്സാം വരുന്നത് കേട്ടോ. മിസ്സിന്റെ തന്നെ സബ്ജക്ട് ഇപ്പൊ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും നമുക്ക് എക്സാമിന്? ആ ഒരു 1 to 10 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെയും ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജിയുടെയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് ഒരു സബ്ജക്ട് ഉണ്ടാവുള്ളൂ? ചാപ്റ്റേഴ്സ് അല്ലേ? അത് ഒന്ന് നോക്കണം, അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തിരിച്ചിട്ടുണ്ട്. ജിഷാമിസിന് കറക്റ്റ് അറിയാം, നിങ്ങൾ ജിഷാമിസിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഡൗട്ട് ഉണ്ട്, ഓരോ സബ്ജക്ട് ഓരോ മിസ്സുമാര് മാറി മാറി എടുക്കുന്നുണ്ട്. വരുന്നത് ജിഷാമിസ് അല്ലേ? പേപ്പർ 3 നമ്മുടെ ഇത് എടുക്കുന്നേ, നമ്മുടെ പാർട്ട് 3 എടുക്കുന്നത്. പാർട്ട് 3 ജിഷാമിസ് തന്നെയാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പൊ മിസ്സിന് അറിയാം എല്ലാ കാര്യങ്ങളും. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ പേപ്പറിന്റെ മറ്റേ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പേപ്പർ 1 പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് തൊട്ട് പാർട്ട് 2 അങ്ങനെ പറഞ്ഞു തന്നായിരുന്നല്ലോ. സൈക്കോളജി ആദ്യത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അർച്ചന വിശദമായിട്ട് ഒന്നും കൂടി പറഞ്ഞു തന്നോട്ടോ, ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ഓക്കെ മിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജിഷാ മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ മിസ്. മിസ്സേ അനുമോളുടെ മോൻ മിസ്സിനെ കാണാൻ വന്നിട്ടുണ്ട്. കൊറേ നേരമായാലും ഞാൻ ഓർക്കുന്നുണ്ട് ഈ നീലക്കുപ്പായക്കാരൻ ആരാണെന്ന്. എക്സാം കഴിഞ്ഞ് വന്നോളൂ മിസ്സേ. അതെ അല്ലേ, ഇപ്പൊ വന്നുള്ളൂ അല്ലേ? എന്തായിരുന്നു എക്സാം എന്തായിരുന്നു മോനോട്? എക്സാം എന്തായിരുന്നു? മാത്സ് എന്നാണോ പറഞ്ഞത്? മാത്സ് ആയിരുന്നോ? അതെ മിസ്, മാത്സ്. എളുപ്പമായിരുന്നോ? ഈസി ആയിരുന്നോ? എളുപ്പമായിരുന്നോ? ഓക്കെ. നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? ഫുൾ മാർക്ക് കിട്ടുമോ? ഫുൾ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടും അല്ലേ? ഹെയർ ഒക്കെ അടിപൊളിയാണല്ലോ. ഹെയർ നല്ല രീതിയിൽ മുടി ബർത്ത്ഡേ ഒക്കെ തകർത്തു മിസ്. ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിരുന്നു. അനുമോൾ ഷെയർ ചെയ്തായിരുന്നു ബർത്ത്ഡേ. അത് കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെയും ചെലവ് കോൺവെക്കേഷൻ തരാന്നാ പറഞ്ഞേക്കുന്നത് മിസ്. കുട്ടികളാ? 2 പേരാ മിസ്സേ, 2 പേരാ. മൂത്താള് 3ാം ക്ലാസ്സില് പെൺകുട്ടിയാ.
പെൺകുട്ടിയാണ്. ഭക്ഷണം കഴിച്ചോ? ഫുഡ് കഴിച്ചോ? വാവാ ഫുഡ് കഴിച്ചോ? സ്കൂളിൽ നിന്ന് കഴിച്ചു. കഴിച്ചല്ലേ? മിടുക്കനാണ് കേട്ടോ, സുന്ദരനാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പറയാം അല്ലെ, കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ടൊക്കെ തീർന്നില്ല? ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇല്ല മിസ്, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളത് മാറ്റിവെക്കുമ്പോൾ നമ്മൾ അതിനെ വിധി എന്ന് പറഞ്ഞ് ആശ്വസിക്കും, അല്ലെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മള് സ്വയം നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ. The next one sublimation ആണ് കേട്ടോ. റീഡ് ചെയ്തോളൂ. സബ്ലിമേഷൻ ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ. Sublimation. It is a form of mechanism of substitution in which our unacceptable desires or activities are redirected into socially desirable channels. അതായത് നമ്മള് എന്താ പറയാ, ആക്സെപ്റ്റബിൾ അല്ലാതെ നമ്മുടെ വല്ല ആഗ്രഹങ്ങളും എന്തെങ്കിലും സമൂഹം അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ നോക്കുന്ന ഒരു മെത്തേഡ്. അങ്ങനെയാണോ? അങ്ങനെയാണ് അല്ലെ? അത് ഞാൻ എളുപ്പത്തിൽ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുന്നതാണ്, മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? സബ്ലിമേഷൻ. ഒന്നും കൂടി പറയാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ കുട്ടികളില്ലാത്ത ഒരു കപ്പിള്, ദമ്പതികള്, അവർക്ക് വർഷങ്ങളായ ഒരു ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കുട്ടികളായിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും അനാഥാലയങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ കുഞ്ഞു മക്കൾക്ക് ആഹാരവും വസ്ത്രവും മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുവാണ് അവര്? അവർക്കൊരു കുറവുണ്ട്. അവരുടെ കുറവെന്ന് പറയുന്നത് അവർക്ക് കുട്ടികളില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? അനാഥാലയങ്ങളിൽ ചെന്നിട്ട് കുട്ടികളെ കണ്ട് അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് ചിലപ്പോ ദേഷ്യമൊക്കെ വരുന്നുണ്ടാകാം അല്ലെ? ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആ ദേഷ്യം നമ്മൾ കടിച്ചമർത്താറില്ലേ? ഇല്ലേ? എങ്ങനെയാ ചെയ്യാ? നിങ്ങൾ ദുൽഖർ സൽമാന്റെ കലി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ സിനിമയില് ദുൽഖർ സൽമാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരൻ വരും, എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ ദുൽഖർ സൽമാന് ദേഷ്യം കയറിയിട്ട് വേഗം ബാത്റൂമിന്റെ അവിടെ ചെന്ന് ഇടിക്കുന്നത് കാണാൻ പറ്റും. കണ്ടിട്ടില്ലേ? അതെന്താ? അത് സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. അതായത് ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദേഷ്യം വന്നിട്ട് കൂടിയും അത് പ്രകടിപ്പിക്കാതെ ആ ദേഷ്യം കടിച്ചമർത്തി മറ്റൊന്നിലോട്ട് തിരിയും. ഓക്കെ, അതും എന്താണ്? സബ്ലിമേഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അത് തിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോ ഗെയിം കളിക്കുകയോ സിനിമയ്ക്ക് പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു പാട്ട് എന്ത് കണ്ടാലും നമുക്ക് ആ മൂഡ് മാറ്റുക, അതായത് മനസ്സ് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പാട്ട് കേൾക്കുക. അതെ അതെ, ആ മൂഡ് മാറ്റുക. അപ്പൊ ഒന്നിന്റെ കുറവ് നികത്താനായിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും മാറ്റിവെക്കുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ?
നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? സബ്ലിമേഷൻ എന്തെങ്കിലും കുറവ് നികത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നുണ്ടോ? ദേഷ്യത്തിന്റെ കാര്യത്തിൽ പറയാൻ പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വേറെ എന്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അന്നേരം അത് അങ്ങ് മറന്നു പോകാൻ നമ്മൾ ശ്രമിപ്പിക്കും. അങ്ങനെയാണ് പറയാ. അങ്ങനെ പറയാം. അതെ, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പോവാം നമുക്ക്. റിപ്രഷൻ അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ആദ്യം ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യാ. വായിച്ചോ? വല്ലതും മനസ്സിലായോ? അതായത് മിസ്സേ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസയർ ഉണ്ടെങ്കിൽ, ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ നോംസിനെ, അതായത് എന്താ പറയാ, അതിന്റെ ചിട്ടകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ എതിരാന്ന് കാണുമ്പോ നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്ന, അങ്ങനെയല്ല പറയാം, അത് മറന്നു പോകുന്ന ഒരു ഇത്, അതായത് നമ്മളത് നമ്മുടെ മൈൻഡിൽ നിന്ന് അത് അൺകോൺഷ്യസ് ആക്കി എടുക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. അതെ, ഓക്കെ. ഇവിടെ ഫ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്? മോഡേൺ സൈക്കോളജി സൈക്കോളജിയുടെ ഫാദർ ആണ് അല്ലെ? ഫാദർ ഓഫ് സൈക്കോളജി ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം മനസ്സിനെ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡും, രണ്ടൊന്ന് അൺകോൺഷ്യസ് മൈൻഡും. ബോധ മനസ്സും അബോധ മനസ്സും അല്ലെ? അപ്പോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരം അടിച്ചമർത്തല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് മനഃപൂർവ്വം നമ്മുടെ അബോധ മനസ്സിലേക്ക് താഴ്ത്തിക്കെട്ടാനായിട്ട് നോക്കാറുണ്ട്, അല്ലെങ്കിൽ അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടാനായിട്ട് നോക്കാറുണ്ട് അല്ലെ? ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു എന്ന് വിചാരിക്കുക. അതായത് രണ്ട് ഫ്രണ്ട്സ് ആണ്. അവരൊരു സ്ഥലത്തേക്ക് പോകുന്നത് വഴി ഒരു ആക്സിഡന്റ് നടന്നു. അപ്പോ രണ്ട് ഫ്രണ്ട്സ് സഞ്ചരിച്ചിരുന്ന ആ ഒരു ബൈക്കിലാണ് ആക്സിഡന്റ് നടന്നത്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആള് സ്പോട്ടിൽ തന്നെ മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന ആള് ക്രിട്ടിക്കലായിട്ട് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഓക്കെ, ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി ഒരു മാസത്തിനൊക്കെ ശേഷം പതുക്കെ റിക്കവർ ആയി, ഓക്കെ ആയി, വീട്ടിലേക്ക് തിരിച്ചുപോയി. ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി അഥവാ രക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ആദ്യം ഉണ്ടാവുക അല്ലെ? കാരണം ആ ആളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ കൺമുന്നിൽ വെച്ച് തന്നെ മരണപ്പെട്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഓർമ്മകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അതായത് ആദ്യത്തെ കുറച്ച് ദിവസമായിരിക്കും എന്ത് ചെയ്യുക, മനസ്സിൽ നിന്ന് പോയില്ല കേട്ടോ. നമ്മുടെ മനസ്സിൽ നിന്ന് അതൊരിക്കലും മാഞ്ഞു പോവില്ല. എപ്പോഴെങ്കിലൊക്കെ ചിന്തകൾ വരും. പക്ഷേ കുറെ നാളത്തേക്കാണ് ആ ഒരു ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക അല്ലെ? നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ മരിച്ചു പോവുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കായിരിക്കും എന്തുണ്ടാവുക, നമ്മൾ ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളിലൊക്കെ വരിക അല്ലെ?
നമ്മുടെ ക്ലോസ് വൺസ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളുടെ നോർമൽ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരും. അങ്ങനെയാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തില് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു എന്താ പറയാ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു സ്പോട്ടിൽ പോകാനോ, അതായത് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഈ ഒരു വ്യക്തിയുടെ മുഖമാണ്, മരണപ്പെട്ട് കിടക്കുന്ന ഈ ഫ്രണ്ടിന്റെ മുഖമാണ് എന്ത് ചെയ്യുന്നത്, ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ വ്യക്തി, അത് മനഃപൂർവ്വം ബോധ മനസ്സില് ഒഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. അബോധ മനസ്സിൽ കേട്ടോ, ബോധ മനസ്സല്ല, അബോധ മനസ്സ് അഥവാ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് എന്ത് ചെയ്യും, കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ കുഴിച്ചു മൂടിക്കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യില്ല, പിന്നീട് എപ്പോഴും നമ്മള് ആ ഓർമ്മകൾ നമ്മളെ വേട്ടയാടില്ല. ഞാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തില് നമുക്ക് കുറെ പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അല്ലെ? എല്ലാവരും പ്രണയിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ലവ് അഫയേഴ്സ് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അപ്പോ ആ സമയത്ത് ചിലപ്പോ നമ്മള് ഇപ്പോ പ്രണയിച്ചിരുന്ന രണ്ടുപേര് തമ്മില് ചിലപ്പോ ഒരാള് ചിലപ്പോ ചതിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരാള് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം അല്ലെ? കാരണം ഊണില്ല, ഉറക്കമില്ല, എപ്പോഴും അതേ ചിന്ത തന്നെ, അവനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും ആ സമയത്തൊക്കെ. പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഉണ്ടാവുക. നമ്മൾ കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള ലൈഫിലേക്ക് കടന്ന് നമ്മള് കല്യാണമൊക്കെ കഴിച്ച് നമ്മൾക്ക് കുട്ടികളൊക്കെ ആയി, ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്കത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അന്ന് ഭയങ്കരമായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം ഇന്ന് നമ്മൾ ഓർക്കുമ്പോ അതെന്ത് മനസ്സിൽ ചിലപ്പോ വരും, പക്ഷെ നമ്മളെ ഇപ്പൊ അത് ബാധിക്കുന്നില്ല. നമ്മളത് നോർമലി കാണുന്നത് പോലെ എന്ത് ചെയ്യുന്നു, കാണുവാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ അത് നമ്മുടെ അബോധ മനസ്സിൽ നമ്മൾ കുഴിച്ചിട്ടു. പിന്നെ അതെന്ത് ചെയ്യില്ല, നമ്മളെ വേട്ടയാടില്ല. അതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ലൈഫില് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ടാകാം. നമ്മള് തീർത്തും ഓർക്കാൻ ആഗ്രഹിക്കാത്ത പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫില് കടന്നു പോയിട്ടുണ്ടാവാം. അത് റിപ്രഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിലൂടെ നമ്മള് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചെയ്തു, കുഴിച്ചു മൂടി. ഓക്കെ, അപ്പൊ കുഴിച്ചു മൂടുമ്പോൾ പിന്നെ എന്ത് ചെയ്യില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടില്ല. നമ്മുടെ ഓർമ്മയിൽ നിന്നും ആയില്ല, ഓർമ്മയിൽ വരും, നമ്മുടെ ബോധ മനസ്സിൽ അത് കിടപ്പുണ്ട്, പക്ഷെ അതിന്റെ തീവ്രത ഉണ്ടല്ലോ, അത് അതിന്റെ ആഴം കുറയും. അതാണ് അബോധ മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരുവാണെങ്കിൽ, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയില്ലേ, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മൂവിയാണ് മണിച്ചിത്രത്താഴ് സിനിമ. അതിനകത്ത് നമ്മുടെ ശോഭന നാഗവല്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെ? അപ്പൊ അതില് ലാസ്റ്റ് സീനില്, ക്ലൈമാക്സ് സീനില് നാഗവല്ലി നമ്മുടെ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ, കാരണവരുടെ ക്യാരക്ടറിനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ ലാലേട്ടൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നാഗവല്ലിയുടെ ക്യാരക്ടറെ ആക്കുക എന്നുള്ളതാണ്. ഇവിടെ ഫ്രോയിഡിന്റെ സിദ്ധാന്തമൊക്കെ നമ്മുടെ തിലകൻ പറയുന്നുണ്ട് അല്ലെ? ഫേമസ് ആയിട്ടുള്ള തിയറികളിൽ ഫ്രോയിഡിന്റെ കൂടെ തന്നെ കമ്പയർ ചെയ്യാവുന്ന തരത്തിലുള്ളതാണ് ലാലേട്ടന്റെ തിയറി എന്ന് പറഞ്ഞൊക്കെ പറയുന്നുണ്ട് അല്ലെ? അപ്പോ ഇതിനകത്ത് ഈ ഒരു ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് റിപ്രഷനാണ്. അതായത് ആ നാഗവല്ലി എന്ന് പറയുന്ന ക്യാരക്ടറെ കാരണവരെ കൊല്ലാനായിട്ട് വരുമ്പോൾ കാരണവരുടെ പ്രതിമ, അതായത് സുരേഷ് ഗോപിയുടെ പ്രതിമ ഡമ്മി അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നാഗവല്ലി അതിനെ വാളുകൊണ്ട് വെട്ടി വെട്ടി നുറുക്കി നുറുക്കി കൊല്ലുവാണ് അല്ലെ? അത് കൊന്നു കഴിയുമ്പോൾ, അതവരെ കില്ല് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നാഗവല്ലി എന്ത് ചെയ്യും, മയങ്ങി വീഴും. പിന്നീട് എണീക്കുന്നത് ആരായിട്ടാ, ഗംഗയായിട്ടാണ് എഴുന്നേൽക്കുന്നത് അല്ലെ? ഇവിടെ നാഗവല്ലിയുടെ ക്യാരക്ടർ അവിടെ പറയുന്നുണ്ട്, ഒരിക്കലും ഇനി നാഗവല്ലി ആയിട്ടുള്ള ഫോർമേഷൻ ആർക്ക് ഉണ്ടാവില്ല എന്ന്, ഗംഗയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. കാരണം അത് അബോധ മനസ്സിലേക്ക് എന്ത് ചെയ്തു, കുഴിച്ചിട്ടു. പിന്നീട് ആ ഓർമ്മ എന്ത് വരില്ല, അവിടെ വരില്ല.
അവിടെ സൈക്കോളജിയും കാര്യങ്ങളും കുറച്ച് സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നോർമൽ മനുഷ്യരായാലും ഇത്തരത്തിലുള്ള ചില ചിന്തകള്, ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കുഴിച്ചു മൂടുന്നു. മനസ്സിലായോ? റിപ്രഷൻ മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം റിഗ്രഷൻ. മിസ് പറഞ്ഞതിന് ഉദാഹരണമാണ് ഞാൻ. ഹസ്ബൻഡ് മരിച്ചിട്ട് നമ്മളെ മനസ്സിനത് ഉൾക്കൊണ്ടു. കാരണം ഇല്ല എന്നുള്ളത് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ എവിടോ ദൂരത്ത് ജോലി ചെയ്യാന്നുള്ള ഒരു ഇതിൽ നമ്മൾ അങ്ങോട്ട് നിൽക്കണം. അത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജീവിക്കാനുള്ള ഒരു ഇത് തോന്നൂല. അപ്പൊ ആ ഒരു മനസ്സിനെ അതങ്ങോട്ട് ഒഴിവാക്കിയ മാതിരിയായി. അപ്പൊ ചിന്തിക്കാറില്ല നമ്മള്. അത് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നും. അപ്പൊ അതിന് മിസ് പറഞ്ഞതിന് ഒരു ഉദാഹരണമാണ് എന്റെ ജീവിതം. ഹസ്ബൻഡ് എപ്പോഴാണ് മരിച്ചത്? എപ്പോഴാണ്? ഇപ്പൊ ഈ റമദാൻ നോമ്പ് കഴിയുമ്പോ 3 വർഷമാവും. എന്ത് പറ്റിയതാ? ഷെയർ ചെയ്യാൻ പറ്റുമോ? കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ക്യാൻസർ ആയിരുന്നു കാലിന്. രണ്ടാമത്തെ മോളെ വയറ്റിലുണ്ടാകുന്ന സമയത്താണ് അറിഞ്ഞത്. ബൈക്കിൽ നിന്ന് ഒന്ന് വീണപ്പോഴേ കാലിന് ചെറുതായിട്ട് വേദന തുടങ്ങി. പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് നല്ല വീക്കം വന്നു കാലിന്. അങ്ങനെ പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് കാണിച്ച് ഒരു സർജറി ചെയ്തപ്പം കാലൊന്നായിട്ട് ചൊട്ടി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമതും അതുപോലെ വന്ന്. പിന്നെ ലക്ഷോറിൽ അതിന് കാണിച്ച് എറണാകുളത്ത്. അവിടുത്തെ 9 മാസം ചികിത്സ നടത്തി. അപ്പം ആ ചികിത്സ നടത്തി അത് കാല് കട്ട് വരെ ചെയ്തു. പക്ഷെ അത് ലെൻസിലേക്ക് ചെറുതായിട്ട് ബാധിച്ചു പോയി. പിന്നെ ശ്വാസം മുട്ടലായി തുടങ്ങിയത്. കാല് മുറിച്ച് കഴിഞ്ഞ ആള് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജീവിക്കാന്നുള്ള ഉസ്താദായിരുന്നു, പള്ളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കിനി ജീവിക്കാന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നിന്നതായിരുന്നു. പിന്നെ ലെൻസിലേക്ക് വന്ന് ശ്വാസം മുട്ടൽ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഒരു 2 ആഴ്ചയോളം ഒന്ന് കിടക്കാൻ പോലും കഴിയാത്ത ഒരു ബുദ്ധിമുട്ടിലേനി. അതിന്റെ ഇടയിലാണ് നേരത്തെ എന്റെ മോള് കൂടെ കണ്ടില്ലേ, ഒരു ചെറിയ മോള്, അത് മോള് അവള് ഹാർട്ടിന്റെ സർജറി ചെയ്ത് 1 മാസം പോലും ഞാൻ വീട്ടില് മോളായിട്ട് റെസ്റ്റ് എടുന്നില്ല. അതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വന്ന് ഭയങ്കര ഒരു ജീവിതം തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിനി. എല്ലാം തരണം ചെയ്ത് വന്ന് സർജറി ചെയ്ത് 1 മാസം ഒരാളെയും കാണിക്കാതെ, ഹാർട്ടിന്റെ ഓപ്പൺ സർജറി ആയിന്. അപ്പം റൂമിൽ തന്നെ ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2 ആഴ്ച പോലും നിൽക്കാതെയാണ് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വന്നത്. ഇവിടെ അദ്ദേഹത്തിന് ഭയങ്കര കൂടുതലായിട്ട് അങ്ങനെ മോക്ക് 7 മാസമായപ്പോത്തിന് ഹസ്ബൻഡ് മരിച്ചു. 6-ാം മാസം മോളെ ഹാർട്ടിന്റെ സർജറി ചെയ്തത്. 7 മാസമായപ്പോത്തിന് മരിച്ച്. ഇപ്പൊ മോക്ക് 3 വയസ്സായി. ഈ റമദാൻ ആവുമ്പം ഹസ്ബൻഡ് മരിച്ചിട്ട് 3 വർഷമാവണം. ഇപ്പൊ ഒരു ജോലി അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിന് തന്നെ കയറിയത്. ഞാൻ ഡിഗ്രിയും PG ഒക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്നു ടീച്ചറായിട്ട്. 4-ാം ക്ലാസ് വരെ പഠിപ്പിച്ചിന്. അത് ഭയങ്കര ഇഷ്ടമാണ്. LKG കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. നമ്മള് പഠിപ്പിക്കുന്നത് അവരെ സ്നേഹം നല്ലതാണ്. അപ്പൊ ടീച്ചർ ജോലി എനിക്ക് ഇഷ്ടമാണ്. അപ്പം B.Ed ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എവിടെയൊന്നും കയറാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ മോണ്ടിസോറി ഉണ്ട് എന്ന് പറഞ്ഞപ്പം അതിലേക്ക് വന്നത്. ഓൺലൈനായിട്ട് പഠിച്ചാൽ മതിയല്ലോ. എന്തായാലും കോഴ്സ് കഴിയുമ്പോഴത്തേനും ജോലി കിട്ടും കേട്ടോ. അതെ മിസ്, ഞങ്ങൾ എല്ലാരും അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കിട്ടും ജോലി. ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ നിക്കണത്. അവരെ എന്റെ വീട്ടിലേക്കൊന്നും വിടണില്ല. ഇവിടെ മക്കളുള്ളതുകൊണ്ട് ഇവിടെ ജീവിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു വീടൊക്കെ നോക്കുന്നുണ്ട് സ്വന്തമായിട്ട്. പിന്നെ മാറാൻ, എന്നാലും എനിക്കും മക്കൾക്കും ഒരു സ്വന്തമായിട്ട് ഒരു വീട് അതിനൊക്കെ ഒക്കെ നടക്കും ചേച്ചി. ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയുണ്ട് കേട്ടോ. എല്ലാം പെട്ടെന്ന് നടന്നോളൂ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതെല്ലാവരുടെയും സ്വപ്നമാണ് മിസ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിതം. പിന്നെ അതുപോലെ അവർക്കൊരു വീട്.
അതിന്റെ ഇടയിൽ ഇപ്പൊ രണ്ടാമത്തെ മോൾക്ക് ഹാർട്ടിന് സർജറി ചെയ്ത് തന്നില്ലേ, അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു അപസ്മാരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന് അതിനിപ്പോ മരുന്ന് കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. അതും വല്ലാത്തൊരു ടെൻഷനായി. 2 വട്ടം കുഞ്ഞ് ബോധമില്ലാതെ വീണുപോയി. അപസ്മാരം അത് ഇവിടെ കല്യാണം കഴിച്ച വീട് കൊല്ലാണ്. ഇപ്പൊ കാണിച്ചത് ഞങ്ങളെ നാട്ടിലാണ്, കോഴിക്കോട് ആസ്റ്റർ മിംസ് ഇല്ലേ, അവിടുന്നാണ് സർജറി കഴിഞ്ഞത് മോളെ ഹാർട്ടിന്റെ. അപ്പൊ ഇവിടെ കാണിച്ചപ്പോ ഡോക്ടർമാർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ നാട്ടിലേക്ക് ഇപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ നാട്ടിൽ പോയി മോളെ ചെക്കപ്പ് നടത്തി EG എടുത്തപ്പോഴാണ് അവര് പറഞ്ഞത് ചെറിയ ഇതാണെന്ന്, അപസ്മാരത്തിന്റെ ഒരു ഇതാണ്. അപ്പൊ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുക 2 നേരം, രാവിലെയും രാത്രിയായിട്ട്. അത് മാറൂലേ മിസ്? ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് റിക്കവർ ആവൂലേ? മരുന്ന് മുടക്കാതെ കൊടുക്കണം കുഞ്ഞിന്, അവര് പറയുന്ന സമയം വരെ. ഒരു ദിവസം പോലും നമ്മള് ഇതാക്കാതെ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൊടുക്കണം, മുടക്കരുത്. നമ്മൾ എന്ത് വന്നാലും അത് മുടക്കാൻ പാടില്ല. മുടക്കരുത്. പിന്നെ കൃത്യ ടൈം കൊടുക്കണം. രാവിലെ 9 മണി ആച്ചാൽ രാത്രി 9 മണി, ആ ഒരു 12 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ നമ്മൾ മരുന്ന് കൊടുക്കണം. കാരണം ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ടേ, മുമ്പ് ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. കുറെ വർഷം ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല മിസ്. ഇടയ്ക്ക് ഇതേപോലെ 1-2 പ്രാവശ്യം അങ്ങനെ. ഇപ്പൊ കുറെ നാളായി അങ്ങനെ. ഡയഗ്നോസിലാണെങ്കിൽ കുഴപ്പമില്ല, കുഞ്ഞ് ചെറുതല്ലേ, ഇത് അപസ്മാരമല്ല, ബിപിയുടെ പ്രശ്നമാണോ എന്ന് സംശയമുണ്ട്. അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. അമ്മ ഇടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴും, ചിലപ്പോ ഇവിടെ കിടക്കുന്നുണ്ടാവേ. അപ്പം ഞങ്ങള് അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവിടെയാണ്, തറവാട്ടിലാണ് അമ്മ താമസിക്കുന്നത്, ഹസ്ബൻഡിന്റെ അമ്മ. കുറെ ഏജ്ഡ് ആണ് കേട്ടോ മിസ്, 80 years എന്ന് പറഞ്ഞ പോലെ നല്ല ഏജ് ആണ് അമ്മയ്ക്ക്. ഇവളും അങ്ങനെ തന്നെ, പെട്ടെന്ന് ഛർദിക്കുക, പിന്നെ കണ്ണൊരു സൈഡിലേക്ക് മാത്രം നോക്കുക, കണ്ണിന് ചലനമില്ലാതെ അങ്ങനെ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ബോധം പോയ മാതിരി ഒരു അവസ്ഥ. എന്തായാലും 2 പ്രാവശ്യം വന്നതിന് ശേഷമാണ് കണ്ടുപിടിച്ചത്. ഇങ്ങനെ ഞാൻ നാട്ടിൽ പോയി അവിടെ കാണിച്ച് EG ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതാണെന്നുള്ള അറിഞ്ഞത്. അപ്പൊ ഓരോരോ ടെൻഷൻ. കുട്ടികളുടെ കാര്യങ്ങളും പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്കും. അത് ചെറുതായിരിക്കുമ്പോ എന്റെ മോന് ഇതേപോലെ പെട്ടെന്ന് ഇതല്ല, പക്ഷെ ഇങ്ങനെ കണ്ണിലെ മുകളിൽ നോക്കി നിന്നു. ഉറക്കത്തിന്റെ ഇതിന്റെ ആണോ എന്താന്ന് മനസ്സിലായില്ല. അത് പനി കൂടിയിട്ടാണ് മിസ്. പെട്ടെന്ന് ഇങ്ങനെ മൂത്ത ആള് പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് മേപ്പോട്ടൊക്കെ ഇട്ടേ. പക്ഷെ അന്ന് ശരിക്കും പേടിച്ചു. അതിന് ശേഷം പനി വന്നാൽ എനിക്ക് ഉറപ്പില്ല മിസ്. ആ ഒരു പ്രാവശ്യം അങ്ങനെ ആയി. പിന്നെ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. ചെറുപ്പത്തിലെ ഒരു പ്രാവശ്യം 5 വയസ്സ് ആ ഒരു ടൈമിൽ. അപ്പൊ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാട്ടോ. ഓക്കെ, ടെൻഷൻ ആവണ്ട. കുഞ്ഞിന് കറക്റ്റ് സമയത്ത് മുടങ്ങാതെ മരുന്നൊക്കെ കൊടുക്കുക, കറക്റ്റ് ചെക്കപ്പിനൊക്കെ കൊണ്ടുപോവാ കേട്ടോ. ഓക്കെ, ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോവും. ട്രെയിനിന് 8 മണിക്കൂർ ഇരിക്കണല്ലോ കൊല്ലത്തുനിന്ന് കോഴിക്കോട് എത്താന്. ട്രെയിനിൽ ഭയങ്കര ബുദ്ധിമുട്ടാ മക്കളായിട്ട് യാത്ര ചെയ്യാറിനാല്. കോഴിക്കോട് ദൂരം ഉണ്ടല്ലേ? ദൂരം വീട്ടിലേക്ക്. ഇവിടെ കോഴിക്കോട് ചാലിയം കടലുണ്ടി കേട്ടണോ? അവിടെ വീട്ടില് ഉമ്മ, 2 കാക്കമാര്, 3 ഇത്താത്തമാര്. എന്റെ ഉപ്പ എനിക്കൊരു വയസ്സാവുമ്പോ മരിച്ചിന്. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മക്കളെ അവസ്ഥയും അതുപോലെ വാപ്പി. എല്ലാം ഒരു വിധി, ഒക്കെ നമ്മള് ഉൾക്കൊള്ളണം. വിഷമിക്കണ്ട, എന്തായാലും ജോലി കിട്ടും. ജോലി എന്തായാലും ഇത് കഴിഞ്ഞ ഉടനെ കിട്ടൂടാ. എല്ലാരും ദൈവം കാണുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ ദൈവം അങ്ങനെ ഒന്നും ഉപേക്ഷിക്കില്ല. ഒന്നില്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഒരു സഹായവും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തു, സബ്ലിമേഷൻ എടുത്തു, റിപ്പറേഷൻ എടുത്തു, റിഗ്രഷൻ എടുത്തിട്ടില്ല അല്ലെ? റിഗ്രഷൻ വരെയല്ലേ? റിഗ്രഷൻ ആണ് മിസ്സിന് എടുക്കാനുള്ളത്. റിഗ്രഷൻ എടുത്തിട്ടില്ലല്ലോ. റിഗ്രഷൻ എടുത്തു. നെഗറ്റീവിസം ഇല്ല, റിഗ്രഷൻ എടുത്തിട്ടില്ല. റിപ്രഷൻ അല്ലേ എടുത്തത്? അതെ. ശരിയാ, റിഗ്രഷൻ.
റിപ്രഷൻ ആണ് ഇത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എക്സാമ്പിൾ എഴുതിക്കൊണ്ട് തന്നെ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ എഴുതുക, സബ്ലിമേഷൻ എക്സാമ്പിൾ എഴുതുക, റിപ്രഷൻ എക്സാമ്പിൾ എഴുതുക. ഓക്കെ. പിന്നെ റിഗ്രഷൻ ഞാൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ എടുത്താല് നമ്മുടെ എടുത്ത് തീരില്ല, കുറച്ച് പറയാനുണ്ടത്. അപ്പോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. അപ്പൊ ഇന്നെടുത്ത 3 കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇത് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ അതേപടി നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവില്ല, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്താണ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ. അപ്പൊ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞു തന്നത്. മോക്ക് ടെസ്റ്റ് ഏതിന്റെയാണ് നിങ്ങൾക്ക് തരാനുള്ളത്? ഇനി മോക്ക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് തന്നെ അല്ലേ? മിസ് സാറ്റർഡേ ഇടാന്ന് പറഞ്ഞിരുന്നു മിസ്സേ. സാറ്റർഡേ ഇടാന്ന് പറഞ്ഞിരുന്നോ? അതെ, സാറ്റർഡേ തരാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനാണ് സൈൻ ഔട്ട്. First of all, thank you, Miss, for today's session. Today we learned substitution, sublimation, and repression. Today's class is very nice, and thank you, Miss. Thank you all. See you next time. Thank you. Thank you, Miss. Thank you. വെനസ്ഡേ ഉണ്ടാവില്ല. താങ്ക് യു മിസ്. ഓക്കെ. ക്രിസ്മസിന്റെ ഇതായിരിക്കുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വെനസ്ഡേ ആണോ? അല്ല നമുക്ക് അതെ മിസ്, നെക്സ്റ്റ് 22nd നമുക്ക് സെലിബ്രേഷൻ. മൺഡേയിലാണ് ക്രിസ്മസ് പ്രോഗ്രാം. അപ്പൊ നമുക്ക് 23-ാം തീയതി തൊട്ട് അവധിയായിരിക്കും. 23-ാം തീയതി തൊട്ടേ അവധിയായിരിക്കുള്ളൂ. എന്ന് എത്ര ദിവസം ഉണ്ട് മിസ് 25 അവധി? വരെ എന്തായാലും ഉണ്ടാവില്ല. 25-ാം തീയതി വരെ എന്തായാലും ഉണ്ടാവില്ല. അല്ല മിസ്, എത്ര ദിവസം അവധി ഉണ്ടാവും? ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത് 23-ാം തീയതിയാണ്. ഓക്കെ. അത് തുടങ്ങി ക്ലാസ് ഉണ്ടാവില്ല. 23-ാം തീയതി തുടങ്ങി 25-ാം തീയതി വരെ എന്തായാലും ഉണ്ടാവില്ല. 26-ാം തീയതി ഫ്രൈഡേ ഉണ്ടാവും എനിക്കറിയില്ല. ഓക്കെ മിസ്. അത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരൂ കേട്ടോ എന്താണെന്ന് വെച്ചാല്. ഓക്കെ മിസ്. അഡ്വാൻസ് മേരി ക്രിസ്മസ്. അതെ മിസ്, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് നല്ലൊരു ഹാപ്പി ന്യൂ പുതുവർഷം ഇയർ. ആശംസിക്കുന്നു കേട്ടോ മിസ്സിനും അതേപോലെ എന്റെ ഫ്രണ്ട്സിനും. ഓക്കെ ഇല്ല മിസ്സേ, നമുക്കും 31st നമുക്ക് മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും. അപ്പൊ നമുക്ക് പുതുവർഷമാണെന്ന് പറയാം മിസ്സിന്റെ അടുത്ത്. ആഘോഷിക്കാം ഒന്നും കൂടി അല്ലേ? യഥാർത്ഥമായിട്ട് ആഘോഷിക്കാം. അപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറും മിസ് കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറും. അപ്പൊ ഇപ്പൊ മിസ്സിന് തരാനുള്ളത് അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. താങ്ക് യു സോ മിസ് ഉണ്ടോ മിസ്? കഴിക്കാൻ ടാബ്ലറ്റ് തന്നിട്ടുണ്ടോ? ടാബ്ലറ്റ് ഉണ്ട് ഉണ്ടല്ലേ? ഓക്കെ മിസ്. ഓക്കെ. മിസ്സിന് ആയുർവേദം കാണിക്കാലോന്നേ ഒരു തോട്ടുണ്ട്. ഇതുവരെ മരുന്നൊന്നും കഴിച്ചിട്ടില്ല ആയുർവേദം. അപ്പൊ നാളെ ഒന്ന് പോണെന്ന് വിചാരിക്കുന്നു ഒരു ആയുർവേദ ഡോക്ടറിന്റെ അടുത്ത്. അങ്ങനെ വിചാരിച്ചു. മിസ്സിനെ കാണാൻ 2 പേരൂടി വന്നിട്ടുണ്ട്. രമ്യയുടെ മക്കളാണെന്ന് തോന്നുന്നത്. ഹായ്. ഇത് എന്റെ മൂത്ത മോളാണ്. മൂത്ത മോളാണല്ലേ? ഫേസ് കാണുന്നില്ല. മറഞ്ഞു ഇത് ബ്രദറിലാണ് രണ്ടാമത്തെ ആള്. ഹായ്. പേരെന്താണ്? മോളുടെ പേരെന്താ? കാർത്തിക. കാർത്തിക. മോന്റെ പേരെന്താ? പവനജ്. എന്താണ്? പവനജ്. 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 വെറൈറ്റി പേരാണല്ലോ പവനജ്. ഇനി ഇളയാള് രമ്യയുടെ ഒരു മോളും കൂടി ഉണ്ട് മിസ്. ഒരു മോളും കൂടി ഉണ്ട്. രമ്യക്ക് 2 പെൺകുട്ടികളാ. ഇത് ഇളയാളാണോ? ചേട്ടന്റെ അല്ല, മൂത്താളാണ്. മൂത്താളാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 4-ല്. 4-ലാണ്. എക്സാം ഇല്ലേ? എക്സാം ആണോ ഇപ്പൊ? അതെ, കഴിഞ്ഞു. ഇന്ന് കഴിഞ്ഞു. പവനജ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 6-ല്. 6-ലാണ്. ഓക്കെ. അപ്പൊ കണ്ടതിൽ സന്തോഷം കേട്ടോ. ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മിസ്.